ഒരു വിശ്വാസി അവൻ്റെതായ രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്നു. അതാരെയാണ് പ്രകോപിപ്പിക്കേണ്ടത്? പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് കൃത്യമായ വസ്ത്രധാരണ രീതിയുണ്ട്. അവൻ നിരന്തരമായി ജോലി ചെയ്യേണ്ടവനാണ്. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിക്കേണ്ടവൻ അവനാണ്. കുടുംബത്തെ സംരക്ഷിക്കേണ്ടതും മക്കളെ പോറ്റേണ്ടതും ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കേണ്ടതും അവനാണ്. അതുകൊണ്ട് നിത്യമായി ജോലിയിലും വിവിധങ്ങളായ കഠിന വൃത്തികളിലും ഏർപ്പെടുന്നത് കൊണ്ട് പുരുഷൻ്റെ നഗ്നത ഇസ്ലാം മുട്ടിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിലാണ് നിർബന്ധമായും കൽപ്പിക്കുന്നത്. ആ ഭാഗം മറച്ചിരിക്കണം പുരുഷൻ. അത് ഏത് സന്ദർഭത്തിലും മറക്കണം. പന്ത് കളിക്കുമ്പോഴും മറക്കണം. ചില ആളുകളൊക്കെ ഉണ്ട്, അവരൊന്നിച്ച് ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ചെറിയ നിക്കറിട്ട് ജീവിക്കുക. എന്നെ ശ്രവിക്കുന്ന ഏതു ചെറുപ്പക്കാരനുണ്ടെങ്കിലും പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശത്തെ വിശ്വസിക്കുന്ന, അംഗീകരിക്കുന്ന, അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നവർ വളരെ പെട്ടെന്ന് തന്നെ ഈ സംസ്കൃതിയിൽ നിന്ന് മാറണം. ആരൊക്കെ അങ്ങനെ ജീവിക്കുന്നു എന്നതല്ല പ്രശ്നം. ഇസ്ലാം നമ്മളോട് എന്ത് കൽപ്പിച്ചു എന്നതാണ്. പന്ത് കളിക്കുന്ന സമയത്ത് അതിന് പറ്റും വിധത്തിൽ നല്ല ഫാൻസ് പോലത്തെ സാധനങ്ങൾ ധരിക്കാനുള്ള സംവിധാനമുണ്ട്. അല്ലെങ്കിൽ മുട്ടിൻ്റെ താഴേക്ക് മറക്കുന്ന വേറെയും വസ്ത്രങ്ങളുണ്ട്. ഒന്നിച്ച് ജീവിക്കുന്ന സമയത്ത് ഏതെങ്കിലും ചെറിയ നിക്കറിട്ട് ജീവിക്കുക എന്നത് അവൻ്റെ ഔറത്തിൻ്റെ നല്ലൊരു ഭാഗം പുറത്ത് കാണിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അത് മതം അനുവദിക്കുന്നേയില്ല. അപ്പം നമ്മുടെ കൂട്ടുകാരല്ലേ, എന്നാലെല്ലാം വെളിപ്പെടുത്താം, അങ്ങനെ ഉണ്ടോ? ഇല്ല. കൂട്ടുകാർക്ക് മുമ്പിൽ എല്ലാം വെളിപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. മതം അനുവദിച്ചത് മാത്രമേ വെളിപ്പെടുത്താൻ പാടുള്ളൂ. അല്ലാത്തത് ഔറത്ത് എന്ന് പറഞ്ഞാൽ നഗ്നതയാണ്. അത് ഈ ഹോസ്റ്റലിലൊക്കെ ജീവിക്കുന്ന, ഗൾഫിലൊക്കെ വിവിധ ആളുകൾ ഒന്നിച്ചു ചേർന്ന് ഈ ബാച്ചിലേഴ്സ് റൂമിലൊക്കെ ജീവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ അവർ ഇതിൽ അത്രമേൽ ഗൗരവം കാണിക്കാറില്ല. അടുത്തു പോയാൽ, സുഹൃത്തുക്കളായാൽ, ഒന്നിച്ചൊരു റൂംമേറ്റ്സ് ആയാൽ പിന്നെ അതൊന്നും വല്ലാതെ ശ്രദ്ധിക്കേണ്ട എന്ന രീതിയിലാണ് അവരുടെയൊക്കെ വിചാരം. നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അടിമ സ്ത്രീയുടെ വസ്ത്രത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നതിന് വലിയ പ്രസക്തിയില്ല. കാരണം അടിമ സ്ത്രീ എന്ന സംവിധാനം ഇന്ന് ഇവിടെ ഒന്നുമില്ല. അങ്ങനെ സാഹചര്യം വരുമ്പോൾ ഇസ്ലാം അതിനെക്കുറിച്ചും കൃത്യമായി നിയമം പറഞ്ഞിട്ടുണ്ട്. പുരുഷന്റെ വസ്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത്. സ്ത്രീയുടെ വസ്ത്രമോ? സ്ത്രീ മുഴുവനും ഔറത്താണ് എന്നതാണ് മതത്തിൻ്റെ താല്പര്യം. സ്ത്രീയെ വളരെയേറെ സുരക്ഷിതമായി മതം കണക്കാക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധിയോടുകൂടെ ആ സ്ത്രീക്ക് ജീവിക്കാൻ ആവശ്യമായ വസ്ത്രധാരണവും മതം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്.